So what are insects എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? Insects are small creatures with 6 legs. ചെറിയ ജീവികൾ, അവർക്ക് 6 കാലുകൾ ഉണ്ടാകും. സാധാരണ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ they live on land. നിലങ്ങളിലാണ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കുക. ബട്ട് സം ഇൻസെക്ട്സ്, ചില ഇൻസെക്ടിനെ നമുക്ക് എന്താണ് വെള്ളത്തിലും നമ്മൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് കൂത്താടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊതുകിന്റെ ഒക്കെ എന്താണ് ചെറിയ, അതായത് കൊതുകിൽ ഈ മുട്ട വിരിഞ്ഞ് കൂത്താടികളാവും, കൂത്താടികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊതുകിലേക്ക് മാറുന്നത്. സോ അതുപോലത്തെ ചെറിയ ചെറിയ ജീവികൾ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളും ഉണ്ട് ഇൻസെക്ടിന്റെ കാറ്റഗറി വരുന്നത്. നമ്മൾ വാട്ടറിലൊക്കെ നമുക്ക് സാധാരണ നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് എന്താണ് അവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസെക്ട്സിന്റെ ഹാബിറ്റാറ്റ് they can be seen on land and also on water. വെള്ളത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ലാൻഡിലും നമുക്ക് കാണാൻ സാധിക്കും. സോ സാധാരണ കാണപ്പെടുന്ന ഇൻസെക്ട്സിൽ ചിലതാണ് ഹണി ബി, തേനീച്ച, ലേഡി ബേർഡ്, ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ചെറിയ ചെറിയ ബട്ടർഫ്ലൈസിനെ കണ്ടിട്ട് അവർക്ക് 6 legs ആണ് ഉണ്ടാവുക. അതൊക്കെ ഇൻസെക്ടിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ബട്ടർഫ്ലൈസ്. ദെൻ മോസ്കിറ്റോ, ഓഫ് കോഴ്സ് കൊതുക്. കൊതുക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൗസ് ഫ്ലൈ, ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈച്ചയൊക്കെ കണ്ടിട്ടില്ലേ, വീടുകളിലേക്ക് വരുന്ന ഈച്ച. ദെൻ കോക്രോച്ച്, എന്താണ് പാറ്റ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ കോക്രോച്ച്. ദെൻ ബീറ്റിൽ, ഡ്രാഗൺ ഫ്ലൈ, വാസ്പ്, ഗ്രാസ് ഹോപ്പർ. അതിന്റെയൊക്കെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗസ് ഫ്ലൈ എന്താണ്, ഹണി ബി എന്താണ്, ലേഡി ബേർഡ് എന്താണ്. ലേഡി ബേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റെഡ് കളറിൽ ഡോട്ട് ആയിട്ട് നിങ്ങൾ ചില ചെടിയുടെ പുറത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. ദെൻ ബട്ടർഫ്ലൈ, മോസ്കിറ്റോ. ഇതൊക്കെ സാധാരണ ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽച്ചാടി. പുൽച്ചാടിയെ കണ്ടിട്ടുണ്ടല്ലോ, ഗ്രീൻ കളറില് നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ വരും അല്ലെ, ഇങ്ങനെ നീണ്ട കാലുകളൊക്കെ ആയിട്ട് ഗ്രീൻ കളറിലുള്ള ഒരു സാധനം. സോ അതും എന്താണ്? ഇതെല്ലാം എന്താണ്? സാധാരണ നമ്മൾ കാണപ്പെടുന്ന ഇൻസെക്ടിന്റെ കാറ്റഗറിയിൽ വരുന്ന ക്രീച്ചേഴ്സ് ആണ്. ഹണി ബി, ലേഡി ബേർഡ്, ബട്ടർഫ്ലൈ, മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, കോക്രോച്ച്, ബീറ്റിൽ, dragonfly, wasp and grasshopper. So these are called insects. What are insects? Insects are small creatures with 6 legs. 6 കാലുകളുള്ള ചെറിയ creatures, ജീവികളെയാണ് നമ്മൾ ഇൻസെക്ട് എന്ന് പറയുന്നത്. They can be seen mostly on land and also some insects are seen in water also. What are the examples? ഗ്രാസ് ഹോപ്പർ ഉണ്ട്, മോസ്കിറ്റോസ് ഉണ്ട്, കോക്രോച്ചസ് ഉണ്ട്, ഹണി ബി. ഇതെല്ലാം നമുക്ക് എന്താണ്? ഇൻസെക്ടിന്റെ കാറ്റഗറിയിൽ വരുന്ന ക്രീച്ചേഴ്സ് ആണ്, ജീവികളാണ്. നിങ്ങളുടെ നെക്സ്റ്റ് പേജിൽ കോക്രോച്ച്, ബീറ്റില്, ഡ്രാഗൺ ഫ്ലൈ, വാസ്പ്, ഇതിന്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർ നോക്കുക. ഇപ്പൊ പറഞ്ഞ ഏതൊക്കെയാണ് ഇൻസെക്ട് എന്ന് മനസ്സിലായി. നമ്മൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ കാണുന്നതാണ്. എല്ലാ ടൈപ്പ് ഓഫ് ഇൻസെക്ടിലെയും നമുക്ക് വീടുകളിലും സറൗണ്ടിങ്സിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസെക്ടിന്റെ ബോഡി പാർട്സ് ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ബോഡി പാർട്സ് ഓഫ് ഇൻസെക്ട്? ഓക്കെ, ഞാൻ ആ പേജ് ഒന്ന് എടുക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. എല്ലാവരും ആ ടെക്സ്റ്റിലൊന്ന് നോക്കൂട്ടെ. ഞാൻ ആ പേജ് ഒന്ന് എടുത്തോട്ടെ, നിങ്ങളൊന്ന് കാണിച്ച് ഞാൻ പറയാൻ വേണ്ടി. നിങ്ങൾ ടെക്സ്റ്റിലുള്ള ബോഡി പാർട്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. യെസ്, ഇവിടെ സ്ക്രീനിൽ നോക്കാം നമുക്ക്. സോ ബോഡി പാർട്സ് ഓഫ് ഇൻസെക്ട് വളരെ ഞാൻ പറഞ്ഞു എന്താണ്, സ്മോൾ ക്രീച്ചേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവരുടെ ബോഡി പാർട്സ് നമ്മൾ സാധാരണ കാണപ്പെടുന്ന എന്താണ്
ഒരു ഇൻസെക്ടിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് സ്റ്റക്കായി. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? Can you hear me? Yes, okay, fine. Okay, so ഇതാണ് നമ്മളുടെ ഒരു ഇൻസെക്ടിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ബോഡി പാർട്സ്. ഏതൊക്കെയാണ് ബോഡി പാർട്സ് നോക്കിക്കേ? ആന്റിന, ഐസ്, ഹെഡ്, വിങ്സ്, thorax, abdomen and legs. ഓക്കെ, സോ അതിനു മുമ്പായിട്ട് നമ്മള് ഐ തിങ്ക് നമ്മള് ക്ലാസ് 2-ല് നമ്മൾ പഠിച്ചതാണ് ഇൻസെക്ട് ഹൗ ദേ ബ്രീത്. ഇൻസെക്ട് എങ്ങനെയാണ് ശ്വസിക്കുന്നത്? Can anyone tell me? നമ്മൾ പഠിച്ചതാണ് ഇൻസെക്ടിന്റെ ഹൗ ദേ ബ്രീത്. ഓർക്കുന്നുണ്ടോ? അവരുടെ ബോഡിയിൽ ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. യെസ് അഞ്ജൽ രാജ്. ഹെയർ ഹോൾസ്. ഹെയർ അല്ല, എയർ ഹോൾസ്. എയർ ഹോൾസ്. ഓക്കെ, അതിന്റെ ഇൻസെക്ടിന്റെ ബോഡി മുഴുവൻ. യെസ്, ഗുഡ്. ബോഡി മുഴുവനും ചെറിയ ചെറിയ ഹോൾസുകൾ ഉണ്ട്, സുഷിരങ്ങളുണ്ട്. അതിൽ കൂടെയാണ് അവര് ശ്വസിക്കുന്നത്. അവർക്ക് ശ്വസിക്കാൻ വേണ്ടി നമ്മളെ പോലെ മൂക്കൊന്നുമില്ല. സോ എൻറ്റയർ ബോഡി പാർട്ടിൽ അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടൈനി എയർ ഹോൾസ്, സുഷിരങ്ങൾ എന്നർത്ഥം. ഓക്കെ, സോ ചെറിയ ചെറിയ ഹോൾസിൽ കൂടെയാണ് ദേ ബ്രീത്ത് ത്രൂ ദീസ് എയർ ഹോൾസ്, ടൈനി ഹോൾസ്. യെസ്, എന്താണ്? ആരാ എന്നെ വിളിക്കുന്നേ? അഞ്ജൽ രാജ് ആണോ? എന്ത് പറ്റി? അഞ്ജൽ രാജ്. എന്താ? ഇൻസെക്ടോ? എന്ത് പറ്റി ഇൻസെക്ട്? ഇൻസെക്ട് ക്യാമറയിലോ? ഏത് ഇൻസെക്ട് ആണത്? ടെക്സ്റ്റിലുള്ള ഇൻസെക്ട് ആണോ? അല്ല, ശരിക്കുള്ളത് റിയൽ തുമ്പിയാണോ ഇരിക്കുന്നത്? ആണോ? ഒരു മിനിറ്റ്. ഏത് ഇപ്പൊ വന്ന് ഇരുന്നതാണോ? ബുക്കിൽ ഇരിക്കുന്നതാണോ അഞ്ജൽ രാജ്? കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ വന്ന് ടെക്സ്റ്റിൽ വന്ന് ഇരിക്കുന്നതാണോ ചോദിക്കുകയാണോ? ആ, ഓക്കെ, കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാരും കണ്ടോ? എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? അഞ്ജൽ രാജ് ഇൻസെക്ട് പഠിച്ചപ്പോഴത്തേക്ക് ഒരു ഇൻസെക്ട് അഞ്ജൽ രാജിനെ തേടി അവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. യെസ്, ഓക്കെ. സോ ഇൻസെക്ടിന്റെ നമ്മൾ എന്താ പറഞ്ഞേ? ഹൗ ദേ ബ്രീത്ത്. നമ്മളെ പോലെ അവർക്ക് മൂക്കുകളൊന്നും ഇല്ല ശ്വസിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? അവരുടെ ഹോൾ ബോഡിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അതിലെ കൂടിയാണ് അവര് ബ്രീതിങ് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ബോഡി പാർട്സ്? പ്രധാനമായിട്ടും 3ആയിട്ട് നമ്മളുടെ ഇൻസെക്ടിന്റെ ബോഡി പാർട്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹെഡ്, സെക്കൻഡ് വൺ ഈസ് thorax ആൻഡ് ദ തേർഡ് വൺ ഈസ് അബ്ഡമൻ. തല, thorax എന്ന് പറഞ്ഞാൽ മിഡിലുള്ള ഏരിയ, താഴെയായിട്ടുള്ളത് ഇറ്റ് ഈസ് കോൾഡ് അബ്ഡമൻ. അഞ്ജൽ രാജ് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. യെസ്. സോ ഇൻസെക്ടിന്റെ ബോഡി പാർട്ട് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 categories. ഫസ്റ്റ് വൺ ഈസ് head, second one is thorax and the third one is abdomen. Okay, then ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? നിങ്ങൾ ഇതൊരു നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ ചെയ്ത മാതിരി ഇത് വലുതായിട്ട് ഒരു ബുക്കിൽ വരച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ഡിഫറെന്റ് ബോഡി പാർട്സ് ഓഫ് ഇൻസെക്ട്. ഓക്കെ, സോ ഹെഡ് എന്ന് പറഞ്ഞ ഏരിയയിൽ, ഹെഡ് തലഭാഗത്ത് എന്തൊക്കെ ഭാഗങ്ങളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക? ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം, ഞാൻ ഈ സർക്കിൾ ചെയ്യുന്ന ഇത്രയും ഭാഗത്തുള്ള പാർട്സുകൾ മൊത്തത്തിൽ ചേർന്നിട്ടാണ് നമ്മൾ ഹെഡ് എന്ന ഭാഗത്തിന് പറയുക. ഓക്കെ, സോ അവിടെ എന്തൊക്കെയാണ് ഹെഡിൽ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? രണ്ട് കണ്ണുകളുണ്ട്. ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ഇൻസെക്ടിന്റെ കണ്ണുകൾ. ഓക്കെ, സോ ദീസ് ആർ ഐസ്, കോമ്പൗണ്ട് ഐസ്. കോമ്പൗണ്ട് ഐസ് രണ്ട് ഐസ് ഇൻസെക്ടിന് നമ്മൾക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മാതിരി ഒരു ബൾജിങ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ വണ്ട്
അതുപോലത്തെയുള്ള ഐറ്റംസിന്റെ ഒക്കെ ചെറിയ എന്താണ് കൊതുകിനെ ഒന്നും നമുക്ക് കണ്ണുകൾ ശരിക്കും കാണാൻ സാധിക്കുന്നില്ല. ഈ വണ്ടുകളൊക്കെ ഈ ചെടിയിലൊക്കെ വന്നിരിക്കുന്ന വണ്ടുകളെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അതിങ്ങനെ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ബൾജിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കണ്ണുകളായിരിക്കും. അങ്ങനെയുള്ള കണ്ണുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് ഐസ് എന്നും പറയാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ തള്ളി നിൽക്കുന്ന ടൈപ്പ്. ഓക്കെ, സോ ഈ ഇൻസെക്റ്റിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് കോമ്പൗണ്ട് ഐസ്. അവരുടെ ഹെഡ് ഏരിയയിലാണ് നമ്മൾക്ക് കോമ്പൗണ്ട് ഐസ്, 2 ഐസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് അവരുടെ ഒരു ഫ്രണ്ടിൽ ഒരു എന്താണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു ഇൻടേക്കിന് വേണ്ടിയിട്ട് ഒരു മൗത്ത് ഉണ്ടാവും, ഒരു വായ ഉണ്ടാവും. ദെൻ ഉള്ളത് ഫീലേഴ്സിനെ നമ്മള് ആന്റിന എന്നും പറയും. ഫ്രണ്ടിൽ ഇങ്ങനെ നിങ്ങൾ കൊതുകിനോ അല്ലെങ്കിൽ ഈച്ചക്കൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ആന്റിന പോലെ 2 സാധനം ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 എന്താണ് സ്റ്റിക്ക് മാതിരി ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും അല്ലെ? അതിനെയാണ് നമ്മള് ആന്റിന അല്ലെങ്കിൽ ഫീലേഴ്സ് എന്ന് പറയുക. അത് വെച്ചിട്ടാണ് അവര് മണക്കുന്നതും ഇങ്ങനെ സാധനങ്ങളെയൊക്കെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതും ഭക്ഷണം അന്വേഷിക്കുന്നതും ഒക്കെ ഈ ഫീലേഴ്സ് അല്ലെങ്കിൽ ആന്റിനയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഇൻസെക്റ്റുകള് എന്താണ് അവര് മണക്കാൻ. ഇപ്പൊ നമ്മള് ചെടികളിലൊക്കെ ബട്ടർഫ്ലൈസ് ഒക്കെ അല്ലെങ്കിൽ ഈച്ചകളൊക്കെ തേനീച്ചയൊക്കെ പോയിരുന്ന് എന്താണ് തേൻ നുകരുന്നിട്ട് അത് എങ്ങനെയാണ് ആ ചെടി അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്? മണം. ഒന്നെങ്കിൽ ഫ്ലവേഴ്സിന്റെ മണം കേട്ടിട്ട്, അപ്പൊ ഈ മണം വരുമ്പോഴത്തേക്ക് അവർക്കറിയാം ആ ഭാഗത്ത് ഒരു ഫ്ലവർ ഉണ്ട്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്ത് അവർ അങ്ങോട്ട് എന്താണ് ട്രാവൽ ചെയ്തിട്ട് അവിടെ പോയിട്ട് ആ ഫ്ലവറിന്റെ പുറത്തിരുന്നിട്ട് അവര് എന്താണ് തേൻ ഇങ്ങനെ നുകർന്ന് കുടിക്കും. അപ്പൊ എന്നിട്ട് എന്താണ് അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ, ഇപ്പൊ അവർക്ക് ഫുഡ് വേണം, മറ്റ് ഇൻസെക്ട് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് വേണം. ഫുഡൊക്കെ തപ്പിയെടുക്കാൻ വേണ്ടി അവർ ഈ ആന്റിനയുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ തപ്പി പോകുന്നത്. ഓക്കെ, സോ ഫ്രണ്ടില് നമ്മൾ ഇൻസെക്ടിന്റെ 2 ഫ്രണ്ടിൽ ഇങ്ങനെ കൊമ്പ് പോലെ തള്ളി നിൽക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആന്റിന അല്ലെങ്കിൽ ഫീലേഴ്സ്. സോ എന്തിനാണ് അവർ സഹായിക്കുന്നത്? ആന്റിന എന്തിനാണ് സഹായിക്കുന്നത്? മണക്കാൻ വേണ്ടിയും എന്താണ് ഫുഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയും തിങ്സുകൾ, സാധനങ്ങൾ ഇങ്ങനെ തപ്പി ഇങ്ങനെ എന്താണ് പൂക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞു പൂക്കളിൽ എന്താണ് ഫ്രണ്ടിൽ അതിന്റെ മുകളിൽ പോയിരുന്നിട്ട് പൂമ്പൊടിയുടെ അവിടെ പോയിരുന്നാൽ ആ തേനിന്റെ ഭാഗം, തേൻ എവിടെ നിന്നാണ് അവർക്ക് സക്ക് ചെയ്യാൻ പറ്റുക. സോ ആ ഏരിയ ഒക്കെ അവരിങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? ഈ ഫീലേഴ്സ് അല്ലെങ്കിൽ ആന്റിനയുടെ സഹായത്തോടു കൂടിയാണ്. സോ ഹെഡ് പാർട്ടിൽ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? ഇറ്റ് ഹാസ് 2 ഐസ്, പിന്നെ വായ ഉണ്ടാവും, മൗത്ത്, ആൻഡ് ദെൻ ഫീലേഴ്സ്. ഈ 3 ഭാഗങ്ങൾ ചേരുന്നതാണ് നമ്മള് ഹെഡ് ഏരിയയിൽ നമ്മൾ പറയുന്നത്. സോ ജനറലി എന്താണ് ഇൻസെക്ടിന്റെ ബോഡി പാർട്സ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3: ഹെഡ്, thorax ആൻഡ് അബ്ഡമൻ. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് ഹെഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് നമ്മൾ ഹെഡ് ഏരിയ എന്ന് പറയുന്നത്? ഐസ്, മൗത്ത് ആൻഡ് ഫീലേഴ്സ് അതർവൈസ് കോൾഡ് ആസ് ആന്റിന. ആന്റിന എന്നും പറയും ഫീലേഴ്സിനെ. എന്തിനാണ് അവരെ സഹായിക്കുന്ന ആന്റിന? ഹെൽപ് ദം ടു സ്മെൽ, മണത്തിനും എന്താണ് ഫുഡ് അന്വേഷിക്കുന്നതിനും ഒക്കെ ഇവരെ സഹായിക്കുന്നത് എന്താണ്? ആന്റിനയുടെ സഹായത്തോടു കൂടിയാണ് ഇൻസെക്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഏരിയ, ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ ഹെഡ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് thorax. thorax എന്ന് പറഞ്ഞാൽ മിഡിലുള്ള ഈ പോർഷൻ, ദിസ് ഏരിയ. ഇത്രയും ഭാഗത്തിനെ നമ്മള് thorax ഏരിയ എന്ന് പറയും. അതായത് ഒരു ഇൻസെക്ടിന്റെ 3 തല തൊട്ട് കാല് വരെ നോക്കിക്കഴിഞ്ഞാൽ 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. തലഭാഗം, നടുക്കുള്ള ഭാഗം thorax, അതിന്റെ താഴേക്കുള്ള ഭാഗത്തിനെ നമ്മൾ അബ്ഡമൻ ഏരിയ എന്ന് പറയും. ഓക്കെ, സോ thorax ഏരിയയിൽ നമ്മൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? കാലുകളും അതിന്റെ ചിറകുകളും. ഓക്കെ, നമ്മൾ ഇൻസെക്ടിനെ, ഈച്ചയാണെങ്കിലും ശരി, കൊതുകാണെങ്കിലും ശരി, അതുങ്ങൾക്ക് കുഞ്ഞു ചിറകുകളുണ്ട്. ഈവൻ ബട്ടർഫ്ലൈസിന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചിറകുകളുണ്ട് അല്ലെ? സോ ചിറകുകൾ, ആ ചിറക് ഭാഗം ഏതുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? thorax ഏരിയ ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിന്റെ കാലുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? thorax ഏരിയയിൽ. ഇവിടെ നോക്കിക്കാൻ നിങ്ങള്, അതായത് നമ്മള് ഇത്രയും ഭാഗമാണ് നമ്മൾ thorax എന്ന് പറയുന്നത്. സോ ഇതാണ് അതിന്റെ ചിറക് എന്ന് പറയുന്ന ഭാഗം അല്ലെ, വിങ്സ്. സോ അത് എവിടെയാണ്? thorax ഏരിയ ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. ഈ വിങ്സ് ഇങ്ങനെ ഈ thoraxുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇതാണ് അതിന്റെ കാലുകൾ. ഓക്കെ, സോ ദിസ് കാലുകൾ എങ്ങോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? 6 കാലുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇതെല്ലാം ഈ thorax റീജിയനിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. 6 കാലുകൾ, 1, 2, 3, 4, മുകളിൽ 2 എണ്ണം. ഓക്കെ, ഫ്രണ്ടിലായിട്ട് 2,
കാലുകൾ. ഓക്കെ, സോ ഇതെല്ലാം ഈ എല്ലാ കാലുകളും എന്താണ് ഏതുമായിട്ടാണ് ജോയിന്റ് ആയിരിക്കുന്നത്? ഇറ്റ് ഈസ് ജോയിന്റ് ടു thorax region. thoraxുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിന്റെ ചിറകുകളും thorax regionുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു മിഡിൽ ഭാഗത്തിനെയാണ് നമ്മൾ thorax എന്ന് പറയുന്നത്. thoraxുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വിങ്സ്, ചിറകുകളും കാലുകളും. ഇത്രയും ഭാഗമാണ് thoraxുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ബട്ടർഫ്ലൈസിനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസെക്ടിനകത്ത് തന്നെ എല്ലാ ഇൻസെക്ടിനും ചിറകുകളില്ല. അതിനകത്ത് നമ്മൾ ചിറകുകൾ കാണുന്ന ഇൻസെക്ടിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബട്ടർഫ്ലൈസ് ഓഫ് കോഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിത്രശലഭങ്ങൾക്ക് ചിറകുണ്ട് അല്ലെ? ചിറക് വെച്ചിട്ടാണ് അവര് പറക്കുന്നത്. പിന്നെ നമ്മളുടെ തേനീച്ച, ഈച്ച, ഇവർക്കൊക്കെ എന്താണ് ചിറകുകളുണ്ട്. എന്നാൽ ചില ഇൻസെക്ട് ലൈക്ക് ലൈസ് ആൻഡ് സിൽവർ ഫിഷ് ഇങ്ങനെയുള്ള ഇൻസെക്ടിനൊന്നും എന്താണ് they do not have wings. ചിറകുകളില്ലാത്ത ഇൻസെക്ട്. സിൽവർ ഫിഷ് എന്താന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമുക്കൊന്ന് ഫോട്ടോ എടുക്കാവോ ഞാൻ നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. യെസ്, സിൽവർ ഫിഷ് നോക്കിക്കേ, ചിറകുകളില്ലാത്ത ഇൻസെക്ട് ആണ്. ക്യാൻ യു സീ ദിസ് സിൽവർ ഫിഷ്? കാണുന്നുണ്ടോ സ്ക്രീൻ? യെസ്. സോ ഇതിനെയാണ് നമ്മള് സിൽവർ ഫിഷ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇതിന് ചിറകുകളില്ല, വിങ്സ് കാണുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ പഠിച്ചത്. they do not have എന്താണ് വിങ്സ്. ഓക്കെ, സോ ഇതിന് കാലുകളും ഈ കാണുന്നത് കാലുകളാണെന്നുണ്ടെങ്കിൽ കാലുകളും കൂടുതലുണ്ട് അല്ലെ. 1 2 3 4 5 6 7 8 ലെഗ്സ് ഉണ്ട്. ബാക്കിലുള്ളത് എന്താന്ന് മനസ്സിലായില്ല. ഓക്കെ, 8 കാലുകൾ ഉണ്ട് ഇതിനകത്ത് അല്ലെ. സോ ജനറലി നമ്മൾ കണ്ടു നോർമൽ ഇൻസെക്ട്സിനൊക്കെ they have only 6 legs. ചില നമ്മൾ 8 കാലി നോക്കിക്കഴിഞ്ഞാൽ 8 കാലിക്ക് 8 ലെഗ്സ് ഉണ്ട് അല്ലെ. സോ അതുപോലെയുള്ള ആയിരിക്കാം ഈ ഇൻസെക്ട്. ഇതിന്റെ കാലുകളുടെ എണ്ണം കൂടുതലാണ്. ആൻഡ് ദിസ് ബിഗ് വൺ ഇറ്റ് ഈസ് കോൾഡ് ആന്റിന. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ആന്റിന. ദിസ് വൺ, ഇതിന് ലോങ് ആയിട്ടുള്ള ആന്റിന ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് സിൽവർ ഫിഷ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലൈസ് എന്താന്ന് നമുക്ക് നോക്കാം. ലൈസിനും എന്താണ് വിങ്സ് ഇല്ല എന്നാണ് പറയുന്നത്. ലൈസ് എന്ന് പറഞ്ഞാൽ തലയിലുള്ള പെയിനെയാണ് നമ്മൾ ലൈസ് എന്ന് പറയുക. ലൈസിനും ഇതാണ് ലൈസ്. ദേ ഓൾസോ ഡോണ്ട് ഹാവ് എന്താണ് വിങ്സ്. ഓക്കെ, നോക്കിക്കേ, ഇതാണ് ഒരു പെയിനിന്റെ ഒരു ഫിഗർ. ഓക്കെ, സോ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 ഇതിന് 6 ലെഗ്സ് ആണ് ഉള്ളത്. ഫ്രണ്ടില് ക്യാൻ യു സീ ദിസ് ആന്റിന? ഇതാണ് ആന്റിന. കാണുന്നുണ്ടോ? ഞാൻ മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. സോ നോക്കിക്കേ, ദിസ് ഈസ് കോൾഡ് ആന്റിന. ഇത് കണ്ടോ, കോമ്പൗണ്ട് ഐസ്, രണ്ട് കണ്ണുകൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടോ? സോ ദിസ് ഈസ് കോമ്പൗണ്ട് ഐസ് ആൻഡ് ദിസ് ഏരിയ ഈസ് വാട്ട്? ഹെഡ് ഏരിയ. ഓക്കെ, ഇവിടെ ആയിട്ട് ദിസ് ഈസ് മൗത്ത്, ദിസ് ഈസ് ആന്റിന ആൻഡ് ദിസ് ഈസ് കണ്ണുകൾ, ഐസ്. Then this area it is called what? Thorax. നമ്മളുടെ ലെഗ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. This is called thorax region. Okay, then ഈ കാലുകൾ ഇവിടെ പോയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന് വിങ്സ് ഇല്ല, ചിറകുകളില്ല. അതുകൊണ്ട് നമുക്ക് thorax regionിൽ നമുക്ക് എന്താണ് കാലുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഏരിയ. ദിസ് ഈസ് കോൾഡ് അബ്ഡമൻ ഏരിയ. ഓക്കെ, വയർ ഭാഗം. ഓക്കെ, സോ ഹെഡ്, thorax and abdomen. So ഈ ഇൻസെക്ട് ഏതാണ് നമ്മളിപ്പോ കണ്ടത്? They do not have wings. വിങ്സ് ഇല്ലാത്ത ഇൻസെക്ടിനെയാണ് നമ്മൾ കണ്ടത്. അതേസമയം വിങ്സ് ഉള്ള ഇൻസെക്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബട്ടർഫ്ലൈസ് ഉണ്ട്, ഹണി ബീസ് ഉണ്ട്. ഇതിനൊക്കെ ചിറകുകളും കൂടെ ഉണ്ട്. നമുക്ക് അതിന്റെ ഒരു പിക്ചറും കൂടെ നോക്കാം. യെസ്, ഹണി ബി, തേനീച്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതിന് ക്യാൻ യു സീ ദിസ്? സോ ദേ ഗോട്ട് വിങ്സ്. കണ്ടോ? ആരും സ്ക്രീനിൽ വരയ്ക്കല്ലേ. ഇത് ആരാണ് സ്ക്രീനിൽ വരച്ച് കളിക്കുന്നത്? യെസ്, സോ ഇത് എന്താ പറഞ്ഞത്? ഹണി ബി, തേനീച്ച. സോ ക്ലിയർലി യു ക്യാൻ സീ വിങ്സ് ഹിയർ അല്ലെ. കാണുന്നുണ്ടോ? ചിറകുകൾ കാണുന്നില്ല എല്ലാവർക്കും? യെസ്, ചിറകുകളുണ്ട്. ദെൻ യു ക്യാൻ സീ ദ ലെഗ്സ് ഓൾസോ. ക്യാൻ യു സീ? ഇതൊക്കെ എന്താണ്? ലെഗ് ഏരിയ ആണ്. സോ ഈ ഹണി ബിയെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഹെഡ് ഏരിയ. ദിസ് ഈസ് ദ thorax region ആൻഡ് ദിസ് ഈസ് ദ abdomen. ഓക്കെ, സോ ഇവിടെ നമുക്ക്
ഈ കാലുകളാണ് ഈ സൈഡിൽ കാണുന്നത്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ thorax region and also you can see wings here. ഇതാണ് വിങ്സ് അതിന്റെ. സോ ഇതെല്ലാം എന്താണ് thorax region. ഇതാണ് thorax region. ഈ റീജിയനുമായിട്ട് കണക്റ്റഡ് ആണ്. ക്ലിയർ ആയില്ലേ ഇപ്പോ? ബോഡി പാർട്സ് ക്ലിയർ ആയോ? യെസ്. ആർക്കെങ്കിലും ഇനി മനസ്സിലാവാതുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ. ദെൻ ദ ലാസ്റ്റ് ഏരിയ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് കോൾഡ് അബ്ഡമൻ. അബ്ഡമൻ റീജിയനിൽ നമുക്ക് യെസ്. സോ നെക്സ്റ്റ് ലാസ്റ്റ് റീജിയൻ ഈസ് ബിലോ ദ thorax. thoraxന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണുന്ന റീജിയൻ ആണ് നമ്മള് അബ്ഡമൻ എന്ന് പറയുക. സോ അവിടെയാണ് നമ്മളുടെ ഇൻസെക്ടിന്റെ എല്ലാ ഇന്റേണൽ ഓർഗൻസും. ഓക്കെ, വയറിലും എന്താണ് അകത്തുള്ള ബോഡിയുടെ അകത്തുള്ള എല്ലാ ഇന്റേണൽ ഓർഗൻസും നമുക്ക് ഇൻസെക്ടിനെ എവിടെയാണ് കാണാൻ സാധിക്കുക? ഇറ്റ് ഈസ് സീൻ ഇൻ അബ്ഡമൻ ഏരിയ. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ഇന്റേണൽ ഓർഗൻസ്. ഓക്കെ, സോ നമ്മുടെ ഒരു ഇൻസെക്ട് എടുത്തു കഴിഞ്ഞാൽ ഈ അബ്ഡമൻ ഏരിയ ആണ് ലാർജസ്റ്റ് ഏരിയ. ഏരിയ കൂടിയ സ്ഥലം കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക എവിടെയാണ്? നമ്മളുടെ അബ്ഡമൻ റീജിയനിലാണ്. സോ ദിസ് ഈസ് കണ്ടോ, നിങ്ങളിപ്പോ ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം അബ്ഡമൻ റീജിയൻ ഇത്രയും ഭാഗമുണ്ട്. സോ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഏരിയ. ഓക്കെ, ഒരു ഇൻസെക്ടിന്റെ നമ്മൾ ബോഡി പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അബ്ഡമൻ റീജിയൻ ആണ് ഏറ്റവും വലിയ റീജിയൻ. thorax എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് ഹെഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, ചെറിയ ഒരു പോർഷൻ ആണ്. സോ ഹെഡ്, thorax, അബ്ഡമൻ. സോ അബ്ഡമന്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയാ ഇപ്പൊ കണ്ടത്? ഓൾ ദ ഇന്റേണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങൾ. ഒരു ഇൻസെക്ടിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ ആന്തരിക അവയവങ്ങളും നമ്മൾക്ക് ഈ അബ്ഡമന്റെ ഉള്ളിലാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ബോഡി പാർട്ട്. ഒരു ഇൻസെക്ടിന്റെ ഏറ്റവും വലിപ്പം കൂടിയ ബോഡി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അബ്ഡമൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബോഡി പാർട്സ് ഓഫ് ഇൻസെക്ട്സ്. യെസ്. സോ അഗൈൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3: ഹെഡ്, thorax, അബ്ഡമൻ. സോ ഹെഡ് ഏരിയയിൽ നമ്മൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? മൗത്ത് ഉണ്ടാവും, വായ ഉണ്ടാകും, പിന്നെ കണ്ണുകൾ ഉണ്ടാവും, പിന്നെ ആന്റിന അല്ലെങ്കിൽ ഫീലേഴ്സ്. ഓക്കെ, മണത്തിന് വേണ്ടിയിട്ടും ഫുഡൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതാണ് ഫീലേഴ്സ് അല്ലെങ്കിൽ ആന്റിന. ഓക്കെ, പിന്നെ സെക്കൻഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? thorax. thorax എന്ന് പറഞ്ഞാൽ മിഡിലുള്ള ഭാഗം. മിഡിലുള്ള ഭാഗത്ത് എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? കാലുകളുണ്ട്, ചിറകുകളുണ്ട്. ഇതെല്ലാം thoraxുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഏരിയ, താഴെയുള്ള ഏരിയ നമുക്ക് അബ്ഡമൻ എന്ന് പറയും. അബ്ഡമന്റെ ഉള്ളിൽ എന്താണ്? എല്ലാ ആന്തരിക അവയവങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അബ്ഡമന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ബുക്കിനകത്ത് കുറച്ച് വലുതായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇതിൽ എക്സാക്ട് ഒരു എന്താണ് ഇൻസെക്ടിനെ പോലെ തോന്നണതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ആ പാർട്സുകൾ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലാതെ എക്സാക്ട് ഇൻസെക്ടിനെ പോലെ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ജസ്റ്റ് നോക്കി വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിന്റെ ഭംഗി നോക്കണ്ട, മാർക്ക് ചെയ്യുക. അതായത് കുറച്ച് വലുതാക്കി വരച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഡിഫറെന്റ് പാർട്സുകൾ മാർക്ക് ചെയ്യുക. ആദ്യം ഹെഡ് ഏരിയ സർക്കിൾ ചെയ്തിട്ട് ഹെഡ്, thorax, അബ്ഡമൻ, എന്നിട്ട് ഓരോരോ ഭാഗത്ത് നമുക്ക് കാണപ്പെടുന്ന ഓർഗൻസ് ഏതൊക്കെയാണ് എന്ന് മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കാണിച്ചു തരിക. ഓക്കെ, കുറച്ചൊരു ബുക്കിൽ ഒരു പേജിൽ വലുതായിട്ട് വരുന്ന മാതിരി വലുതാക്കി വരയ്ക്കുക. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? യെസ്.